നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. അഭിഭാഷക മാധ്യമ തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഗവർണർ. അഭിഭാഷക അക്രമത്തിന് തുണയാകുന്നത് സർക്കാരിന്റെ മാധ്യമങ്ങളോടുള്ള സമീപനമെന്ന് VM സുധീരൻ. ചാനലുകളെ കണ്ടാൽ മുഖ്യമന്ത്രി ചുവപ്പ് കണ്ട കാളയെന്ന് ചെന്നിത്തല. സ്വാശ്രയ വിഷയത്തിലെ പ്രതിപക്ഷ സമരത്തെ 4ാം ദിനവും അവഗണിച്ച് സർക്കാർ. അനൂപ് ജേക്കബിനെ ആശുപത്രിയിലാക്കി. ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് രമേശ് ചെന്നിത്തല. സമരം പൊളിക്കാൻ നോക്കേണ്ട, യുക്തിയില്ലാത്ത സമരമെന്ന് KK ശൈലജ. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിക്കാൻ മധ്യസ്ഥത്തിന് തയ്യാറെന്ന് UN. ഇടയ്ക്കിടെ ആണവ ഭീഷണി മുഴക്കേണ്ടെന്ന് പാകിസ്ഥാനോട് അമേരിക്ക. നിരന്തര ചർച്ചയാണ് അനിവാര്യമെന്ന് CPIM. അതിർത്തിയിൽ വീണ്ടും പാക് വെടിവെപ്പ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യനില വഷളായി. വിദഗ്ധ ചികിത്സയ്ക്ക് ലണ്ടനിൽ നിന്ന് ഡോക്ടറെ എത്തിച്ചു. വസ്തുത ജനങ്ങളെ അറിയിക്കണമെന്ന് കരുണാനിധി. തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച സ്ത്രീക്കെതിരെ പോലീസ് കേസ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ 3ാം സീസണ് വർണ്ണോജ്വല തുടക്കം. ടീമുടമകളും താരങ്ങളും നിറഞ്ഞ് ഗുവാഹത്തിയിലെ ഉദ്ഘാടന വേദി. 4, 3, 2, 1. Let's football. North East United. ആദ്യ മത്സരത്തിൽ കേരളം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ. സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ ഗവർണർ ഇടപെടണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ ആവശ്യപ്പെട്ടു. അഭിഭാഷകർ കാണിക്കുന്നത് ഗൂണ്ടായിസമാണെന്നും ഇതിന് പ്രചോദനമാകുന്നത് മാധ്യമപ്രവർത്തകരോടുള്ള സർക്കാരിന്റെ നിലപാടാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് വന്നു. ഹൈക്കോടതിയും സർക്കാരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള ധാരണകൾ ലംഘിച്ച് അഭിഭാഷകർ ഹൈക്കോടതിയിൽ മാധ്യമപ്രവർത്തകരെ വീണ്ടും കയ്യേറ്റം ചെയ്തതോടെയാണ് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് വന്നത്. കോടതികളിൽ അഭിഭാഷകർ കാണിക്കുന്നത് ഗുണ്ടായിസമാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. സർക്കാരിന് മാധ്യമപ്രവർത്തകരോടുള്ള മനോഭാവമാണ് അഭിഭാഷകർക്ക് പ്രചോദനമാകുന്നത്. വിഷയത്തിൽ ഗവർണർ അടിയന്തരമായി ഇടപെടണമെന്നും KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. എല്ലാവരുമായി ചേർന്നെടുത്ത ആ തീരുമാനമാണ് ഒരു സംഘം അഭിഭാഷകർ അട്ടിമറിച്ചത്. അവർ അഭിഭാഷക സമൂഹത്തിന് തന്നെ അപമാനകരമായ പ്രവർത്തനമാണ് നടത്തിയത്. ആ അഭിഭാഷകരുടെ പ്രവർത്തനത്തിന് ഒരു ന്യായീകരണവുമില്ല. മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന കയ്യേറ്റങ്ങൾ വേദനാജനകമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രനും പ്രതികരിച്ചു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കോടതിക്ക് കോടതിയുടേതായ അധികാരവും അന്തസ്സുമുണ്ട്, സ്ഥാനമുണ്ട്. മാധ്യമങ്ങൾക്ക് ജനാധിപത്യം പുഷ്ടിപ്പെടണമെങ്കിലും ജനാധിപത്യ സംസ്കാരം വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. ആ രണ്ട് ഘടകങ്ങൾ തമ്മിൽ നേരിയ തോതിലെങ്കിലുമുള്ള ഏറ്റുമുട്ടൽ, അസ്വാരസ്യം ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ്. അത്തരം സംഘർഷങ്ങൾ വളരെ വേഗത്തിൽ അവസാനിക്കേണ്ടതാണ്. ഹൈക്കോടതിയിൽ മാധ്യമ വിലക്കില്ലെന്ന ചീഫ് ജസ്റ്റിസിന്റെ ഉറപ്പിന്മേൽ ഇന്നലെ റിപ്പോർട്ടിങ്ങിനായി എത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് അഭിഭാഷകർ അക്രമം അഴിച്ചുവിട്ടത്. റിപ്പോർട്ടർ, ആലപ്പുഴ. അഭിഭാഷക മാധ്യമ തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഗവർണർ P സദാശിവം ആവശ്യപ്പെട്ടു. സൗഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും അന്തരീക്ഷം ഉറപ്പാക്കണം. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ വിയോജിപ്പുണ്ടാകുന്നത് സമൂഹത്തിന്റെ ഉത്തമ താൽപര്യത്തിന് അനുഗുണമല്ലെന്നും ഗവർണർ സന്ദേശത്തിലൂടെ പറഞ്ഞു. ഈ വിഷയം ചർച്ച ചെയ്യുന്നു ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് നേതാവ്, MV ജയരാജൻ, CPIM നേതാവ് എന്നിവരെയും, ഒപ്പം മുഹമ്മദ് ഷാ, അഭിഭാഷക പ്രതിനിധിയെയും, ഒപ്പം മാധ്യമപ്രവർത്തക അസോസിയേഷന്റെ പ്രതിനിധിയെയും പ്രതീക്ഷിക്കുന്നു ഈ ചർച്ചയിൽ. ആദ്യം MV ജയരാജൻ. ഇന്ന് കനത്ത ഭാഷയിലാണ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് VM സുധീരനും രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നത്. സുധീരൻ പറയുന്നു, ഈ സർക്കാരിന് മാധ്യമങ്ങളോടുള്ള സമീപനമാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം ഇത്തരം അക്രമം കാണിക്കാൻ അഭിഭാഷകർക്ക് എന്നതാണ്. രമേശ് ചെന്നിത്തല പറയുന്നു, മാധ്യമപ്രവർത്തകരെ കണ്ടാൽ, ചാനലുകളെ കണ്ടാൽ മുഖ്യമന്ത്രിക്ക് കാള ചുവപ്പ് കണ്ടതുപോലെയാണ് എന്നത്. അപ്പോൾ അഭിഭാഷകർക്ക് അക്രമം കാണിക്കാൻ സർക്കാരും കൂട്ടുണ്ട് എന്ന ആത്മവിശ്വാസം അവർക്കുണ്ടെന്നാണ്. ഇത് ഗൗരവതരമായ ആരോപണമാണ്. ഈ ആരോപണം ഉന്നയിക്കാൻ തക്ക പശ്ചാത്തലം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, ഉണ്ടാക്കി കൊടുത്തു എന്നത് വസ്തുതയല്ലേ? കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ പ്രതികരണം ശുദ്ധ അസംബന്ധമാണ്. ചീഫ് ജസ്റ്റിസിൻ്റെ കോടതി മുറിയിൽ മാധ്യമപ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്ന മാധ്യമപ്രവർത്തകന്മാരെ
അഭിഭാഷകർ കയ്യേറ്റം ചെയ്യാൻ പരിശ്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത നടപടി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും പ്രതിഷേധത്തിന് ഇടയാക്കിയ ഒരു സംഭവമാണ്. ജുഡീഷ്യറിയും മാധ്യമവും തമ്മിൽ ഏറ്റുമുട്ടലല്ല, ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയാണ് മാധ്യമങ്ങൾ നിർവഹിക്കുന്ന ജോലി. നീതി നിർവഹണമാണ് ജുഡീഷ്യറിയുടെ ജോലി. ജുഡീഷ്യറിയുടെ ഭാഗമാണ് അഭിഭാഷകർ. പക്ഷെ ദൗർഭാഗ്യകരമായ ഒരു സംഭവ വികാസം നമ്മുടെ ഹൈക്കോടതിയിലും ചില കോടതികളിലും ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്. യഥാർത്ഥത്തിൽ അഭിഭാഷകർക്ക് ജുഡീഷ്യറിയിൽ പോകാനും റിപ്പോർട്ട് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായത് നാം മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് എന്ന് തിരിച്ചറിയുന്നവരാണ്. എന്നാൽ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ നിർദ്ദേശിച്ചതും 2 തവണ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം അഡ്വക്കേറ്റ് ജനറൽ അനുരഞ്ജന ചർച്ച നടത്തുകയും ചെയ്തതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകർക്ക് നേരെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിലനിന്നിരുന്ന നിരോധനം നീങ്ങി. രജിസ്ട്രാർ തന്നെ ഒരു പത്രക്കുറിപ്പിറക്കി, ഹൈക്കോടതിയിൽ മാധ്യമപ്രവർത്തകന്മാർക്ക് വിലക്കില്ല എന്ന്. അത് പരിഗണിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകന്മാർ ചീഫ് ജസ്റ്റിസിൻ്റെ കോടതി മുറിയിൽ എത്തിയപ്പോഴാണ് അവരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അക്കാര്യത്തിൽ സർക്കാരിന് പങ്കാളിത്തമില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. ശ്രീമതി ബിന്ദു കൃഷ്ണ KPCC പ്രസിഡന്റ് VM സുധീരൻ എന്ന് പറയുന്നു, ഇവിടെ മാധ്യമപ്രവർത്തകർക്കെതിരായ അതിക്രമത്തിന് പ്രധാനമായ ആത്മവിശ്വാസം അവർക്ക് നൽകുന്നതിന് പിന്നിൽ സർക്കാരിന്റെ സമീപനം, മാധ്യമങ്ങളുള്ള സമീപനം പ്രധാനപ്പെട്ട കാരണമെന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ട് ഈ വിഷയം പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടത്തുകയും ചർച്ച നടത്തുകയും അതിലൊരു ധാരണ ഉണ്ടാവുകയും ചെയ്തതാണ്. ആ ധാരണ പാലിക്കപ്പെട്ടില്ല, അതിന്മേൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഫോളോ അപ്പ് ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഈ സർക്കാർ നയപരമായി തന്നെ മാധ്യമങ്ങൾക്കെതിരാണ് എന്ന ഗൗരവതരമായ വിമർശനം നിങ്ങൾ ഉന്നയിക്കുന്നത്? നിശ്ചയമായും നമ്മുടെ കേരളീയ സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെയും വസ്തുതകളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് അത്തരമൊരു നിഗമനത്തിലെത്തിയതും ആ രീതിയിൽ ഉള്ള ഒരു അഭിപ്രായ പ്രകടനം ആദരണീയനായ KPCC അധ്യക്ഷൻ നടത്തിയതും. നമുക്കറിയാം, കേരളത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാധ്യമപ്രവർത്തകർക്ക് നേരെ ഒരിക്കലും ചെയ്തുകൂടാത്ത രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുകയും തുടർന്ന് മാധ്യമപ്രവർത്തകരും അഭിഭാഷകരുമായി വലിയ സംഘർഷം, ഒരിക്കലും സംഭവിച്ചുകൂടാത്ത അനഭിലഷണീയങ്ങളായ ഒരുപാട് സംഭവഗതികൾ ഉണ്ടായി. ഒരു ബുധനാഴ്ച ഈ സംഭവം നടന്ന് വ്യാഴവും വെള്ളിയും ഒക്കെ കേരളം മുഴുവൻ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടായതിനു ശേഷം ശനിയാഴ്ച മാത്രമാണ്, അതും സുപ്രീം കോടതിയിൽ നിന്ന് ജസ്റ്റിസ് ശ്രീ കുര്യൻ ജോസഫ് തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി അതിലൊരു ചർച്ചയ്ക്ക് പോലും തയ്യാറായത്. മറ്റെല്ലാ കാര്യങ്ങളിലും എന്ന പോലെ തന്നെ അവഗണിക്കുക എന്നുള്ള ശൈലിയാണ് ശ്രീ പിണറായി വിജയൻ ഈ കാര്യത്തിലും എടുത്തിരുന്നത്. എങ്കിൽ പോലും മുഖ്യമന്ത്രി നേരിട്ട് വന്ന് നടത്തിയ ചർച്ചയെ നമ്മൾ എല്ലാവരും ബഹുമാന പുരസ്സരം കാണുകയുണ്ടായി. ശ്രീ നിഷാദ് ഈ ചോദിച്ചതുപോലെ തന്നെ പിന്നീട് ഒരു ഫോളോ അപ്പ് ഉണ്ടായില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഈ നിമിഷം വരെ മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല. ഈ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിൽ എന്ത് സമരം നടന്നാലും എന്ത് പ്രശ്നം ഉണ്ടായാലും ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടായാലും അദ്ദേഹം മിണ്ടില്ല. ആ മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ, അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. എപ്പോഴെങ്കിലും അദ്ദേഹം ആഗ്രഹിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹത്തെ കാണാം. പക്ഷെ കേരളത്തിലെ ജനം ആഗ്രഹിക്കുന്ന ചോദ്യം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന പരിഹാരം, അത് തേടി മുഖ്യമന്ത്രിയെ കാണുവാൻ എല്ലാ ജനത്തിനും എല്ലാ ആളുകൾക്കും പോയി മുഖ്യമന്ത്രിയെ കാണാൻ കഴിയില്ല. പക്ഷെ ജനങ്ങളുടെ ഒരു ജിഹ്വയായി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ കാണുന്നതിന് അദ്ദേഹത്തിന് വിമുഖതയാണ്. ഇന്ന് ആദരണീയനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ചുവപ്പ് കണ്ട കാളയെ പോലെയാണ് പലപ്പോഴും മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ അദ്ദേഹം പെരുമാറുന്ന രീതി. അതൊരു കാര്യം മാത്രമോ? ഈ സ്വാശ്രയ സമരവുമായി ബന്ധപ്പെട്ട് KSUക്കാർ മുഖ്യമന്ത്രിക്കെതിരായിട്ട് കരിങ്കൊടി കാണിച്ചപ്പോൾ അദ്ദേഹം പറയാം അത് മാധ്യമപ്രവർത്തകർ കൂലിക്കെടുത്തവരാണ് എന്ന്. അവിടെയും മാധ്യമപ്രവർത്തകരുള്ള അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നു. മാധ്യമപ്രവർത്തകർക്കെതിരാണ് അല്ലെങ്കിൽ ചാനലുകൾ അല്ലെങ്കിൽ മീഡിയക്കെതിരാണ് സർക്കാരിന്റെ നയമെന്ന ഗൗരവതരമായ വിമർശനം ഉന്നയിക്കുകയാണ് VM സുധീരൻ ചെയ്യുന്നത്. അത് ഉന്നയിക്കാൻ അദ്ദേഹത്തിന് യുക്തിസഹമായ ചില പശ്ചാത്തലങ്ങൾ കൂടിയില്ലേ? ഒന്ന്, ഈ മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള വിഷയത്തിൽ വൈകി ഇടപെടുന്നു, അത് മാറ്റി നിർത്താം. അദ്ദേഹം ഇടപെട്ടുവല്ലോ, ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ്. മറിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾക്കെതിരായി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നടത്തുന്ന പരാമർശങ്ങൾ, ഒന്ന് ഈ പോസ്റ്റർ കേസാണ്. ആ പോസ്റ്റർ കേസ് കോടതി പരിശോധിച്ച് തള്ളിക്കളഞ്ഞ ഒരു കേസ്. അങ്ങനെ തള്ളിക്കളഞ്ഞ കേസാണെന്ന് ഉത്തമ ബോധ്യമുണ്ടായിട്ടും അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കഥയാണ് എന്ന ആരോപണം പിണറായി വിജയൻ ഉന്നയിക്കുകയാണ്. മറ്റൊന്ന് കരിങ്കൊടി ആക്ഷേപമാണ്.
ആ കേസിൽ 5 KSU യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പിടിക്കപ്പെട്ടതാണെന്നും അവർ KSU യൂത്ത് കോൺഗ്രസ്സുകാരാണെന്നും പോലീസ് വഴി അറിയാൻ സാഹചര്യമുള്ള ആഭ്യന്തരമന്ത്രി ഇല്ലാത്ത ഒരു കഥ നിയമസഭ പോലെ ആധികാരികമായ ഒരു വേളയിൽ ഒരു സ്ഥലത്ത് പറയുകയാണ്. ഈ നിലയിൽ മുഖ്യമന്ത്രിക്ക് സവിശേഷമായി മാധ്യമവിരുദ്ധ അജണ്ടയുണ്ട് എന്ന് സംശയിക്കണം. അങ്ങനെ ആരോപണം ഉന്നയിച്ചാൽ അതിന് യുക്തിസഹായമായ പശ്ചാത്തലവുമുണ്ട്. അത് വസ്തുതയല്ലേ? സുധീരൻ ഇപ്പോൾ ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ കഴിയുമല്ലോ ന്യായമായും. മുഖ്യമന്ത്രിയോ CPIM-ഓ LDF-ഓ ജയരാജൻ ദയവായി താങ്കൾ തുടരുമോ? എന്റെ ചോദ്യം ജേക്കബ് ജോർജിനോടാണ്. അജണ്ടയുണ്ട്, രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചിട്ടാണ് രാഷ്ട്രീയമായിട്ടാണ് ഇവർ രണ്ടുപേരും, ബഹുമാനപ്പെട്ട VM സുധീരനും ബഹുമാനപ്പെട്ട ബിന്ദു കൃഷ്ണയും പറയുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, എൻ്റെ അനുഭവം ഇപ്പം കരിങ്കുഴിയുടെ കാര്യമൊക്കെ പല കാര്യങ്ങളും പറഞ്ഞുവല്ലോ. പക്ഷേ നമുക്കിപ്പം വക്കീലന്മാരുടെ വിഷയത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. കാരണം ഇപ്പോൾ കേരളത്തിലെ കോടതികളിൽ, പ്രത്യേകിച്ച് കേരള ഹൈക്കോടതിയിൽ പത്രക്കാരെ കയറ്റുന്നില്ല. പത്രക്കാർക്ക് പ്രഖ്യാപിക്കപ്പെട്ട നിരോധനമാണ്. അത് കോടതിയുടെ നിരോധനമാണെന്ന് ഞാൻ ഇപ്പോൾ പറയുകയല്ല. ചില വക്കീലന്മാർ, ചില വക്കീൽ സംഘടനകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ചെന്നാൽ പത്രക്കാരെ തല്ലും. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ. കേരളം പോലെയുള്ള ഒരു വലിയ സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതിയിൽ നടക്കുന്ന സ്ഥിതിയാണ്. വക്കീലന്മാർ പത്രക്കാർ ചെന്നാൽ അടിക്കും. അങ്ങനത്തെ സ്ഥിതിവിശേഷം ഇതിനെ കേരള മുഖ്യമന്ത്രിയെ എങ്ങനെ കുറ്റപ്പെടുത്തും? എങ്ങനെയാണ് പറയുന്നത്? ബഹുമാനപ്പെട്ട VM സുധീരനും ബിന്ദു കൃഷ്ണൻ പറയുന്നത് രാഷ്ട്രീയമായിട്ട് മാറ്റി നിർത്തിയാൽ പോലും, അത് അങ്ങനെ കൈകാര്യം ചെയ്താൽ പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇതിനകത്ത് നേരിട്ട് ഇടപെട്ടതാണ്. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, ഒരു പത്രപ്രവർത്തക യൂണിയൻ്റെ മുൻ ഭാരവാഹി എന്ന നിലയ്ക്ക് ഞാൻ ഇടപെട്ടു. അത് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് കൊണ്ട് മാത്രം. ഒരു പ്രമുഖ പത്രപ്രവർത്തകനാണ്, ലീഗൽ കറസ്പോണ്ടൻ്റാണ് G ഷഹീദ്. കേരള ഹൈക്കോടതിയിൽ എത്രയോ വർഷമായി, സുപ്രീം കോടതിയിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പത്രപ്രവർത്തകനായിട്ട്. ഡൽഹിയിലെ മാതൃഭൂമിയുടെ ലേഖനായിട്ട് ഞാനും ഷഹീദും ഇപ്പോഴത്തെ പ്രീതിയും ഒക്കെ മാതൃഭൂമിയിൽ എൻ്റെ സഹപ്രവർത്തകരായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബന്ധം വെച്ച് ഷഹീദ് പറഞ്ഞു, വളരെ വേദനയോട് പറഞ്ഞു, ജയിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പരിഹരിക്കണം. ഞാൻ പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ പോയി കണ്ടു, സംസാരിച്ചു. അദ്ദേഹം അന്ന് തന്നെ അഡ്വക്കേറ്റ് ജനറലിനെ വിളിച്ചു. ഈ സംഭവം നടക്കുന്ന സമയത്ത്, തുടങ്ങിയ സമയത്താണ്. അഡ്വക്കേറ്റ് ജനറൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഷഹീദ് പറഞ്ഞു, ജേക്കിബേ പറഞ്ഞു ഇടപെട്ടിട്ടുണ്ട്, മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്, തീർച്ചയാണ് ഇവിടെ വന്നിരിക്കുന്നു. വളരെ ശക്തമായിട്ട് അഡ്വക്കേറ്റ് ജനറൽ ബന്ധപ്പെട്ടവരെ വിളിച്ചു, പത്രാധിപന്മാരെ വിളിച്ചു, അവരുടെ സമിതികളെ വിളിച്ചു, അവരുടെ സമിതി പ്രതികളെ വിളിച്ചു, മീറ്റിംഗ് നടത്തി. ഇത് അട്ടിമറിച്ചതാരാ? മുഖ്യമന്ത്രിയാ? അങ്ങനെ നമുക്ക് എങ്ങനെ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ പറ്റും? രാഷ്ട്രീയമായിട്ട് എന്തും പറഞ്ഞു കൊള്ളട്ടെ. പക്ഷേ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ആദ്യം മുതൽ ഇത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയും ഇതിൽ പലതലത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഇതിനകത്ത് മുഖ്യമന്ത്രി, ഞാൻ പറട്ടെ, മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് ഹൈക്കോടതിയിൽ ഇടപെടാൻ പറ്റുമോ? അങ്ങനെ കഴിഞ്ഞ ഗവൺമെന്റിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിക്ക് ഹൈക്കോടതിയിൽ ഇടപെടാൻ കഴിയുമായിരുന്നെങ്കിൽ കെ ബാബുവിൻ്റെ രാജി സംഭവിക്കില്ലായിരുന്നുവല്ലോ, KM മാണിയുടെ രാജി സംഭവിക്കില്ലായിരുന്നല്ലോ. KM മാണിക്കെതിരെ അന്നത്തെ ഗവൺമെന്റിനെതിരെ ഹൈക്കോടതി എത്രയോ പ്രഖ്യാപനങ്ങൾ നടത്തി. അതൊന്നും സംഭവിക്കുമായിരുന്നില്ലല്ലോ. ഒരു മുഖ്യമന്ത്രിക്ക് ഹൈക്കോടതിയിൽ എങ്ങനെ ഇടപെടാൻ കഴിയുക? പക്ഷേ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇവിടുത്തെ പത്രക്കാർക്ക് ഹൈക്കോടതിയിൽ പോകാൻ കഴിയുന്നില്ല എന്ന് വരുന്നത് പുറം സംസ്ഥാനങ്ങൾ, പുറം ലോകം കാണുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ്. അത് വളരെ പ്രധാനമാണ്. സെബാസ്റ്റ്യൻ പോൾ, മുതിർന്ന അഭിഭാഷകൻ, ടെലിഫോൺ. സെബാസ്റ്റ്യൻ പോൾ, ഒരു ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഹൈക്കോടതിയിൽ പോയി കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഏറെ ദിവസങ്ങളായി നിലനിൽക്കുന്നുവെന്ന് വന്നാൽ അത് നീതീകരിക്കപ്പെടുമോ? അത് ഈ വിഷയം പ്രസ് കൗൺസിലും ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ടും വേൾഡ് ന്യൂസ് പേപ്പർ അസോസിയേഷനും എല്ലാം ഏറ്റെടുത്തതോടെ ഇതിനൊരു അന്താരാഷ്ട്ര മാനം കൈവന്നിട്ടുണ്ട്. ഇത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു. അവിടെ ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ജനം സാധാരണഗതിയിൽ കുറ്റപ്പെടുത്തുന്നത് ജഡ്ജിമാരെ ആയിരിക്കില്ല. ഈ സർക്കാരിന്റെ, ഇടതുപക്ഷത്തിന് അത് ഒരു പേരുദോഷം ഉണ്ടാക്കും എന്ന കാര്യത്തോട് ഞാൻ ആശങ്കയോട് ഞാൻ യോജിക്കുന്നുണ്ട്. അവിടെയാണ് പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഇവിടെ ജേക്കബ് ചൂണ്ടിക്കാണിച്ചതുപോലെ കോടതിയുടെ അഡ്മിനിസ്ട്രേഷൻ എന്നത് അത് ചീഫ് ജസ്റ്റിസിന്റെ ചുമതലയാണ്, അദ്ദേഹത്തിന്റെ അധികാരമാണ്. അവിടെ മുഖ്യമന്ത്രിക്കോ സംസ്ഥാന സർക്കാരിനോ അത്തരം സാങ്കേതികതയുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇക്കാര്യത്തിൽ പ്രതിപക്ഷം പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധമാക്കി അതിനെ പരുവപ്പെടുത്തി എടുത്തിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സർക്കാരിന്റെ നേതൃത്വം മാധ്യമങ്ങളോട് കാണിക്കുന്ന സമീപനം എന്നത്
അഭിഭാഷകർക്ക് അവരുടെ ഈ തരത്തിലുള്ള തിണ്ണമെടുക്ക് കാട്ടാനുള്ള പ്രധാന ആത്മവിശ്വാസമായി മാറിയിട്ടുണ്ട് എന്നതാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നത് വസ്തുതയാണ്. പക്ഷേ ഇടപെടാൻ വൈകിയത് വലിയ തോതിലുള്ള ചർച്ചയായതാണ്. അത് വിടാം, ഇടപെട്ടുവല്ലോ അദ്ദേഹം, പിന്നീട് അതൊന്നും നടന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ പിന്നീട് ഇങ്ങോട്ടും ഈ അവസാന മണിക്കൂറുകൾ വരെ മാധ്യമപ്രവർത്തകരോടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനം എടുത്തു കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം പ്രധാനമായും പറയുന്നത്, ഇതാ മാധ്യമങ്ങൾക്കെതിരാണ് ഈ സർക്കാർ അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം വക്കീലന്മാരുടെ തിണ്ണമെടുക്കിനൊപ്പം നിൽക്കുന്നു സർക്കാർ എന്ന് ആക്ഷേപിക്കാൻ കഴിയുന്ന പശ്ചാത്തലം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സമീപനങ്ങൾ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, നമ്മൾ ഒരു കാര്യത്തിൽ നമുക്ക് വ്യക്തത വേണം. നമ്മൾ കുറ്റപ്പെടുത്തുന്ന ആരെയാണ്, പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്ന ആരെയാണ്? കേരളത്തിൽ ഇടതുപക്ഷത്തെയാണോ, ഇടതുപക്ഷ സർക്കാരിനെയാണോ, മുഖ്യമന്ത്രി പിണറായി വിജയനെയാണോ? അതോ മാധ്യമപ്രവർത്തനം സംബന്ധിച്ച് കേരളത്തിലും ഇന്ത്യയിൽ തന്നെയും ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഭീഷണി, മഹാവിപത്ത് സംഭവിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ റിപ്പോർട്ടർമാർ കയറിക്കൂടാ എന്ന് ഒരു കൂട്ടം വക്കീലന്മാർ ശാഠ്യം പിടിക്കുന്നു. അതിൽ കോടതി ഇടപെടുന്നില്ല. അതിന് മൗലികമായ ഒരു വിഷയം, ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ക് തീർക്കാനുള്ളത് പിണറായി വിജയനോടാണെങ്കിൽ അതാകാം. പക്ഷെ അവിടെ ഒരു കാര്യം മാധ്യമപ്രവർത്തകർ ഓർക്കണം. മാധ്യമപ്രവർത്തനത്തെ ബാധിക്കുന്ന ഗുരുതരമായ മഹാവിപത്തിനെതിരെ എല്ലാവരും യോജിച്ചു നിൽക്കേണ്ട സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള കൊതിക്കറവും പരിഹാസവും അങ്ങനെയില്ല. പക്ഷേ എന്റെ ചോദ്യം ഇക്കാര്യത്തിൽ അതിനെ ആ നിലയിൽ തന്നെ അതിന്റെ മെറിറ്റിൽ കാണുന്നുണ്ട് ശ്രീ സെബാസ്റ്റ്യൻ പോൾ. അതായത് ഇവിടെ മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് പിന്നിലുള്ളത് അഭിഭാഷകരുടെ താല്പര്യമാണ്. അതിൽ ഇടപെടേണ്ടുന്നത് ജുഡീഷ്യറി തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. സർക്കാരിന്റെ ഇടപെടലിന് പരിമിതിയുണ്ട്. പക്ഷേ സർക്കാർ നേതൃത്വം എന്നത് ഈ മാധ്യമ പ്രവർത്തനത്തോടും മാധ്യമങ്ങളോടും കാണിക്കുന്ന സമീപനം അങ്ങേയറ്റം തരംതാണതാണെന്നും അവരുടെ അപകട നിലയിൽ നിൽക്കുമ്പോൾ, അതാണ് പത്രപ്രവർത്തക യൂണിയന്റെ പത്രക്കുറിപ്പിൽ പോലും പറയുന്നത്, ചില പ്രത്യേക കേന്ദ്രങ്ങൾ മാധ്യമങ്ങളെ ഒറ്റപ്പെടുത്താനും അവരുടെ പ്രവർത്തനം തടയാനും ശ്രമിക്കുമ്പോൾ അതിനാക്കം കൂട്ടുന്ന തരത്തിൽ അവരുടെ ഡിഗ്നിറ്റിയെ ഇടിച്ചു കളയുന്ന തരത്തിലുള്ള തരംതാണ പ്രവർത്തനം സർക്കാരിന്റെ നേതൃത്വത്തിൽ നിന്ന് പോലും ഉണ്ടാകുന്നുണ്ട്. അതും വിമർശിക്കപ്പെടണമെന്നതാണ്. അല്ല, അത് വിമർശിക്കാനുള്ള സമയമല്ല ഇത്. അഭിഭാഷകരുടെ നിയമവിരുദ്ധവും നിലവാരമില്ലാത്തതും തരംതാണതുമായ പ്രവർത്തനം നടക്കുമ്പോൾ നിങ്ങൾ തരംതാണത് എന്ന വാക്കുപയോഗിക്കുന്നത് പിണറായി വിജയനെതിരെയാണ്. അത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, നിയമമന്ത്രി AK ബാലൻ, മേഴ്സിക്കുട്ടി എന്ന മിനിസ്റ്റർ, അങ്ങനെ പലരും ഇടതുപക്ഷത്തു നിന്ന് അതിശക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് കൊച്ചിയിൽ വന്ന് ബന്ധപ്പെട്ടവരുമായി ആദ്യഘട്ടത്തിൽ സംസാരിച്ചതാണ്. പരിഹാരം ഉണ്ടാകുന്നില്ല. പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്കോ അദ്ദേഹത്തിന്റെ പോലീസിനോ ഹൈക്കോടതിക്കകത്ത് കടന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. ആ വിഷയം നിൽക്കുമ്പോൾ നിങ്ങൾ പിണറായി വിജയന്റെ വർത്തമാനം അത് പരിഹാസമായി, അത് ഞങ്ങൾക്ക് കളിയാക്കി അത്തരത്തിലുള്ള കൊച്ചു വർത്തമാനം പറഞ്ഞ് ഇരിക്കുന്നതിനുള്ള സന്ദർഭമല്ല ഇത്. ശ്രീമതി ബിന്ദു കൃഷ്ണ, അതാണ് അതിനുള്ള മറുപടി. സർക്കാരിന് ഇടപെടാനുള്ള പരിമിതിയുണ്ട് ഈ വിഷയത്തിൽ. എല്ലായ്പ്പോഴും ഇടപെടാൻ കഴിയുന്ന ഘട്ടത്തിൽ കഴിയുന്നത്ര വലുപ്പത്തിൽ ഈ സർക്കാർ ഇടപെട്ടിട്ടുമുണ്ട് എന്നതോർക്കണം. പിന്നെ ഒരു രാഷ്ട്രീയ ആരോപണമാക്കി ഉയർത്താനും ഒരുപക്ഷെ ഒരു മാധ്യമ പിന്തുണ കിട്ടുമെന്ന പ്രതീക്ഷ കൈവച്ചുമാവണം. അങ്ങനെയെങ്കിൽ VM സുധീരൻ, ഇത് സർക്കാരിൻ്റെ സമീപനത്തിൻ്റെ പ്രതിഫലനമാണ്. സർക്കാരിൻ്റെ സമീപനം ആ അഭിഭാഷകരുടെ ഗൂണ്ടായുസത്തിന് പിന്തുണയാണ് എന്നൊക്കെ പറയുന്നത് അതിൽ സാങ്കേതികമായോ അല്ലെങ്കിൽ യുക്തിസഹമായോ ഒരു നിലയ്ക്കുമുള്ള യാഥാർത്ഥ്യമില്ല. അനർഹമായ ഒരു മാധ്യമ പിന്തുണയും ഞങ്ങൾക്കോ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനോ ആവശ്യമില്ല. പക്ഷേ ഒരു കാണുന്ന കാര്യങ്ങൾ, യുക്തിസഹമായ കാര്യങ്ങൾ, വസ്തുതാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ കേവലം ആരോപണമാണെന്നുള്ള വിലയിരുത്തൽ ശരിക്കും ലാഘവ ബുദ്ധിയോടെ പ്രശ്നത്തെ സമീപിക്കുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ട് ഹൈക്കോടതിയും വ്യത്യസ്ത കോടതികളിലും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ സംസ്ഥാനത്തെ ലാ ആൻഡ് ഓർഡർ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഹൈക്കോടതിയിൽ പോലീസ് ഇടപെടലിന്റെ പരിമിതികൾ ഉണ്ട് എങ്കിൽ പോലും അത് അനിവാര്യമാണ് എന്നത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ കേരളത്തിലെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ നെടും തൂണുകൾ തന്നെയാണ് അഭിഭാഷകരും കോടതിയും മാധ്യമ സമൂഹവും. ഫോർത്ത് എസ്റ്റേറ്റ് ആണ്. ഫോർത്ത് എസ്റ്റേറ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജനാധിപത്യം നന്നായി പോകുമെന്ന് ആർക്കും കരുതാൻ കഴിയില്ല. എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതുപോലെ കൊച്ചു വർത്താനം പറയേണ്ട ആളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി. കൊച്ചു വർത്താനം പറയേണ്ട സ്ഥലമല്ല കേരള നിയമസഭ. കേരള നിയമസഭയിൽ പോലും സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ വിളിച്ചു ചേർത്ത ഒരു യോഗത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ പറയുന്നത് പ്രതിപക്ഷത്തെ ഉപദേശിച്ചത് ചില മാധ്യമ പ്രവർത്തകരാണ്. ആ മാധ്യമ പ്രവർത്തകരുടെ ഉപദേശം കേട്ടിറങ്ങിയതിന്റെ ജാള്യത അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അടക്കം പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഇതുപോലുള്ള ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ചില പാർട്ടിയുമായി ബന്ധപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളാണ്. ആ മാധ്യമ സുഹൃത്തുക്കൾ കേരളത്തിന്റെ പൊതുവികാരം കാണാതെ പോകുന്നു. അത് ഏറ്റുപറയുന്നത് വഴി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി പദവിയുടെ വലിപ്പത്തെക്കുറിച്ച് ഓർക്കാതെ പറയുന്നു.
അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ തോന്നലുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചിന്തകൾ കേരള നിയമസഭയിൽ പറയുന്നത്. കേരളത്തിന് 57 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രത്തിൽ ഒരിക്കലും ഒരു മുഖ്യമന്ത്രിമാരും തങ്ങളുടെ തോന്നലുകൾ പറയാനുള്ള വേദിയാക്കി കേരള നിയമസഭയെ കഴിഞ്ഞ മാറ്റിയിട്ടില്ല. ദിവസങ്ങളിലെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ്. അതെങ്ങനെയാണ് ഹൈക്കോടതി അഭിഭാഷക സംഘർഷവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്നത്? അതിന് ശ്രമിക്കുകയാണ് VM സുധീരൻ ചെയ്തത്. ഇന്ന് ഓരോ സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കേരളത്തിലെ മാധ്യമങ്ങളോടുള്ള വിരോധത്തെക്കുറിച്ച് പല ആളുകളും നമുക്കൊക്കെ തന്നെ ബോധ്യം വരുന്ന രീതിയിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശ്രീ VSന് കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള വളരെ വലിയ പിന്തുണ, അതുമായി ബന്ധപ്പെട്ട് ശ്രീ പിണറായിയും ശ്രീ VSുമായി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പല വിലയിരുത്തലുകളും നമ്മളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണോ എന്ന് ആരെങ്കിലും സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ പോലീസിന് ഇടപെടാൻ കഴിയുമായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും പോലീസ് ഇടപെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം വിമർശനാത്മകമായി സർക്കാരിനെതിരെ ഉയർന്നു വരികയും ചെയ്തതാണ്. ഇപ്പോൾ പത്രപ്രവർത്തക യൂണിയൻ കുറ്റപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് പത്രപ്രവർത്തകരെ, മാധ്യമങ്ങളെ ഒരു മൂലക്കിരുത്താൻ ആസൂത്രിതമായ ശ്രമം ചില പ്രത്യേക കേന്ദ്രങ്ങൾ നടത്തുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നവരായി ഇവിടുത്തെ സർക്കാർ മാറുന്നു എന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഒരു നിലയ്ക്കും അടിസ്ഥാനമില്ലാത്ത സ്വന്തം താല്പര്യം മാത്രം മുൻനിർത്തിയുള്ള ആരോപണങ്ങൾ മാധ്യമ വിശ്വാസ്യത ചോർത്തിക്കളയാം എന്ന വ്യാമോഹത്തോടെ നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ സർക്കാരിന് മാധ്യമങ്ങൾക്കെതിരെ അജണ്ടയുണ്ട്. പിന്നെ നമുക്ക് എങ്ങനെയാണ് പോയിട്ട്, നിങ്ങൾക്ക് അജണ്ടയുണ്ടല്ലോ മാധ്യമങ്ങൾക്കെതിരെ, പിന്നെ മാധ്യമപ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഹൈക്കോടതി സംഭവത്തെ നിരീക്ഷിക്കാനോ വിശകലനം ചെയ്യാനോ കഴിയുക? ഇതിൽ മുഖ്യമന്ത്രിക്കോ LDFനോ CPMനോ ഒരു മാധ്യമ വിരുദ്ധ അജണ്ടയില്ല. അത് വരുത്തി തീർക്കുന്നത് ബോധപൂർവമാണ്. നേരത്തെ അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് പ്രസ് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയത്. മാധ്യമ വിവരശേഖരണത്തിനല്ല വിലക്ക് വീണത്. അത് മാധ്യമപ്രവർത്തനങ്ങൾക്കാകിയായിരുന്നു. പത്രങ്ങളിൽ അച്ചടിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരിനിയമമായിരുന്നു അത്. അങ്ങനെ കൊണ്ടുവന്ന രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട് പുലമ്പുകയാണ്. നമുക്കവരോട് സഹതപിക്കാം. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനാധിപത്യത്തിൻ്റെ ഫോർത്ത് എസ്റ്റേറ്റായ മാധ്യമങ്ങളുടെ പങ്കിനെക്കുറിച്ച് നല്ല ബോധം പിണറായി വിജയനും CPMനും ഇടതുപക്ഷത്തിനുമുണ്ട്. ഇവിടെ ചീഫ് ജസ്റ്റിസിൻ്റെ കോടതി മുറിയിലാണ് ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകന്മാരെ പുറത്തേക്ക് വലിച്ചിരുത്തി തല്ല് കൊള്ളണ്ടെങ്കിൽ പോയിക്കോ എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ കഴിയുക? ഒരു സർക്കാരിന് ഇടപെടാൻ കഴിയുക? ചീഫ് ജസ്റ്റിസിൻ്റെ ശ്രദ്ധയിൽ ഗവൺമെൻറ് പ്ലീഡർ ഇക്കാര്യം പെടുത്തി. എന്തായിരുന്നു ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതികരണം? നേരിട്ട് അദ്ദേഹം ഇടപെട്ടില്ല. അദ്ദേഹം പരാതി വല്ലതുമുണ്ടെങ്കിൽ റെയ്ഷാൾക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. റെയ്ഷാൾ എടുക്കുക എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ പോയത്? പോലീസിൻ്റെ അകമ്പടിയോടെ. അഭിഭാഷകർ കാണിച്ച തെമ്മാടിത്തത്തെ സമൂഹമാകെ എതിർക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരായും ഇടതുപക്ഷത്തിനെതിരായും കൊഞ്ഞനം കുത്തുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമാണത്. ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. KPCC പ്രസിഡന്റിനും ചെന്നിത്തലക്കും ബിന്ദു കൃഷ്ണക്കും CPM വിരോധം അന്ധമായി പുറത്തേക്ക് വരികയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കകത്ത് മാധ്യമങ്ങൾക്കെതിരായി അഭിഭാഷകരിൽ ഏതാനും ചിലർ നടത്തിയ തമ്മാടിത്തത്തെ അതിശക്തമായി കേരളമാകെ പ്രതികരിച്ച് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ, അത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ സംരക്ഷിക്കാൻ വേണ്ടി പറയുമ്പോൾ ഇത്ര വിലം കുറഞ്ഞ തരം താണ നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? അത് പാടില്ല. ഇക്കാര്യത്തിൽ അത് വസ്തുതയാണ്. അവിടെ പരിഹരിക്കാൻ സർക്കാരിന് ഇടപെട്ടിട്ടുണ്ട്, ഇടപെടാൻ കഴിയുന്നതിൽ പരിമിതിയുണ്ട്. ആ വിഷയമായി തന്നെ ചർച്ച ചെയ്യണം. അതിലേക്ക് മറ്റെന്തെങ്കിലും ഒളിച്ചേർക്കുന്നത് നീതിയാവില്ല. പക്ഷേ VM സുധീരൻ ഉന്നയിക്കുന്ന വിമർശനത്തെ കുറിച്ചുകൂടി ചർച്ചയാവാമെങ്കിൽ VM സുധീരന് ഉന്നയിക്കാനുള്ള ന്യായമുണ്ടല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ് അതിന് ആധാരം. ഒന്ന്, ഈ പോസ്റ്റർ കേസ്, ആ കേസ് ഇല്ലാത്തതാണെന്നും കോടതി നിരാകരിച്ചതാണെന്നും അറിയാത്ത ആളല്ല മുഖ്യമന്ത്രി. മറ്റൊന്ന്, കരിങ്കൊടി കാണിച്ച ആളുകൾ, അവർ രാഷ്ട്രീയക്കാരാണെന്നും അവർ സമരം നടത്തിയതിൻ്റെ പശ്ചാത്തലവും പോലീസ് കേസിൻ്റെ FIRഉം അറിയാത്തയാളല്ല മുഖ്യമന്ത്രി. പക്ഷേ ഈ നാട്ടിലെ മാധ്യമ സമൂഹത്തിൻ്റെ വിശ്വാസ്യത ചോർത്തിക്കളയണമെന്ന ഒറ്റ അജണ്ടയോടെ, തെറ്റാണെന്ന് ബോധ്യമുള്ള കാര്യം ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രി പറയുന്നു തുടർച്ചയായി എന്ന് വന്നാൽ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഈ സർക്കാരിന് ആ മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ പിന്നീടുള്ള ചർച്ചകളിലെല്ലാം ബന്ധപ്പെട്ട ഇടതുപക്ഷ നേതാക്കൾ ന്യായീകരിക്കുകയും ചെയ്യുകയാണ്. മാധ്യമവിരുദ്ധ അജണ്ടയുണ്ട് എന്ന് ആരോപിക്കുന്നതിൽ എന്താണ് തെറ്റ്?
ശ്രീ ജേക്കബ് ജോർജ്. എന്നോടാണോ? സോറി. പക്ഷേ ഇപ്പോഴും എം വി ജയരാജൻ പറഞ്ഞുവല്ലോ, എത്ര ശക്തമായി ധീരമായി ആണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വക്കീലന്മാരെ ഗുണ്ടകളെന്ന് വിളിക്കാൻ വരെ അദ്ദേഹം തയ്യാറായിരിക്കുന്നു. ബഹുമാനപ്പെട്ട വി എം സുധീരനും വക്കീലന്മാർ ഗുണ്ടകളെ പോലെ പെരുമാറുന്നു എന്നാണ് പറഞ്ഞത്. സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ്, CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭയിൽ പോയ ആളാണ്. സെബാസ്റ്റ്യൻ പോളും വക്കീലന്മാരെ വിമർശിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, പിണറായി വിജയന് പത്രക്കാരോട് ദേഷ്യമുണ്ടെങ്കിൽ ഈ ഹൈക്കോടതിയിൽ പത്രക്കാർക്കെതിരെ വക്കീലന്മാർ നടത്തുന്ന നീക്കങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പരോക്ഷമായോ പ്രത്യക്ഷമായോ പിണറായി വിജയന്റെ പിന്തുണയുടെ ലെവലേശം കണികയെങ്കിലും ഉണ്ടെങ്കിൽ എം വി രാജൻ ഈ ചാനലിൽ വന്ന് ഇത്ര ധീരമായ നിലപാടെടുക്കില്ലല്ലോ. ആർക്കാ സംശയം? എം വി ജയരാജൻ വരും, അദ്ദേഹം പറയട്ടെ. പിണറായി വിജയന്റെ മനസ്സിന്റെ ഉള്ളറകളിൽ എവിടെയെങ്കിലും പത്രക്കാരുടെ വിരോധമുണ്ടെങ്കിൽ ആ വിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതിയിൽ വക്കീലന്മാർ പത്രക്കാർക്കെതിരെ ചെരുപ്പും വടിയും എടുക്കുന്നതെങ്കിൽ ജയരാജൻ വന്ന് ഈ പത്രക്കാർക്ക് വേണ്ടി നിൽക്കുമോ, സംസാരിക്കുമോ? ഈ ചാനലിൽ വന്ന് ലോകം മുഴുക്കി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതല്ല വിഷയം. പിണറായി വിജയനെതിരെ വേറെ രാഷ്ട്രീയം കണ്ടോട്ടെ. ഞാൻ ബഹുമാനപ്പെട്ട VM സുധീരൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ബിന്ദു കൃഷ്ണയുടെയും ഒക്കെ നിലപാടുകളെ സ്വാഗതം ചെയ്യുന്നു. അത് ഇപ്പോഴത്തെ നമ്മുടെ ഫോക്കസ് ഹൈക്കോടതിയിൽ നടക്കുന്ന നിന്ദ്യവും നീതികെട്ടതുമായ നിലപാടുകളെയാണ്, വക്കീലന്മാരുടെ നിലപാടുകളാണ്. അതിനകത്ത് ചില ജഡ്ജിമാരും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അന്നത്തെ ഹൈക്കോടതി ജഡ്ജിയുടെ ബെഞ്ചിലേക്കാണ് നമ്മൾ 8 പത്രക്കാർ പോയത്. അവിടെ വെച്ച് അവർ ഭീഷണി നേരിടുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന് വേണമെങ്കിൽ നിയന്ത്രിക്കാമായിരുന്നു, ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിയന്ത്രിക്കാമായിരുന്നു. അതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കുകയും ചെയ്യുമായിരുന്നു. സെബാസ്റ്റ്യൻ പോൾ, എന്തുകൊണ്ടാണ് പിന്നെ ഇത് അവസാനിക്കാത്തത്? ഗവർണർ ആവശ്യപ്പെടുകയാണ്, പ്രസ് കൗൺസിൽ ആവശ്യപ്പെടുകയാണ്, മുഖ്യമന്ത്രിയും സർക്കാരും ആവശ്യപ്പെടുകയാണ്, പൊതുസമൂഹം ഒന്നാകെ തന്നെ അവർക്കെതിരായിട്ടുള്ള നിലപാട് കൈക്കൊള്ളുകയാണ്. പക്ഷേ എന്നിട്ടും ഒരു കൂട്ടം അഭിഭാഷകർക്ക് അവർക്ക് തോന്നും പടി ഈ രാജ്യത്തിന്റെ പൊതുസ്വത്തായ നീതിന്യായ വ്യവസ്ഥയെ അല്ലെങ്കിൽ നീതിപീഠത്തിന്റെ ആ പ്രിമൈസസിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുവെന്ന അപകടകരമായ നില ഇപ്പോഴും തുടരുന്നത് എങ്ങനെയാണ്? അതിന്റെ കാരണം എന്താണ്? അത് കാരണം പറയാൻ കഴിയാത്ത വിചിത്രമായ പ്രതിഭാസമാണ്. ഞാൻ ഒരു കാര്യം വളരെ ലഘുവായി ചൂണ്ടിക്കാണിക്കട്ടെ. പിണറായി വിജയൻ കടുത്ത മാധ്യമ വിമർശകനാണ്. ഞാൻ അതിനേക്കാൾ കടുത്ത മാധ്യമ വിമർശകനാണ് എന്ന കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ്. മാധ്യമങ്ങൾ വിമർശിക്കപ്പെടാനുള്ളതാണ്. മാധ്യമങ്ങളെ വിമർശിക്കുന്നവർക്ക് നേരെ തിരിഞ്ഞ് നിങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് മാധ്യമപ്രവർത്തകരോ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയാൽ, അങ്ങനെയല്ലല്ലോ. താങ്കൾ ഉന്നയിക്കുന്ന മാധ്യമ വിമർശനവും പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ മാധ്യമ വിമർശനവും തമ്മിൽ ആനയും ആടും പോലുള്ള അന്തരമുണ്ട്. താങ്കൾക്കറിയാം, പിണറായി വിജയൻ നടത്തിയ 2 പരാമർശങ്ങൾ വസ്തുതയുമായി മുലബന്ധം പോലും ഇല്ലാത്തതാണ്. പിണറായി വിജയന്റെ രീതിയിൽ മാധ്യമങ്ങളെ വിമർശിക്കുന്നതിന്, കുറ്റം പറയുന്നതിന് ഉള്ള അവകാശമുണ്ട്. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ഒരു സാങ്കേതികത എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഈ 2 കേസുകൾ എന്നത് കേസുകളും FIR-ഉം കോടതി നടപടികളും ഒക്കെ പൂർത്തിയാക്കിയ വിഷയത്തിൽ വസ്തുതാവിരുദ്ധമായ, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള തെറ്റായ പ്രചാരണം നടത്താൻ അദ്ദേഹം ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നതാണ്. താങ്കളുടെ കയ്യിൽ മൈക്കുണ്ട് എന്ന കാരണത്താൽ താങ്കൾക്ക് പറയാനുള്ളതെല്ലാം ഈ രീതിയിൽ പറയുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള നിഷേധാത്മകമായ നീതിരഹിതമായ സമീപനത്തെയാണ് ഹൈക്കോടതിയിലെ അഭിഭാഷകർ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ അവരെ കുറ്റം പറയാൻ കഴിയും? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കുകയാണ്. ഞാനൊരു അഭിഭാഷകനാണ്. വളരെയേറെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ കുറെ പേരെങ്കിലും എല്ലാ മൗനവും വെടിഞ്ഞ് എല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ച് മാധ്യമങ്ങൾക്ക് വേണ്ടി, മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെ ഉറച്ചു സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ അവമതി, ഈ അതിക്രമങ്ങൾ സഹിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. നിങ്ങളത് സഹിക്കണം. ഈ കാര്യത്തിൽ ഞാൻ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഉണ്ടായത്. താങ്കൾ അത് തുടരുമോ? അതായത് എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിലെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ പോകുന്നത്? എല്ലാ അധികാര കേന്ദ്രങ്ങളും അതിനെതിരായിട്ടും വക്കീലന്മാർക്ക് തുടരാൻ കഴിയുന്നത് എങ്ങനെയാണ്? വളരെ ലളിതമായ പല ഉത്തരങ്ങൾ കാണുമായിരിക്കാം. ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്ന ഉത്തരം ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ന്യായാധിപന്മാരുടെ നിരുത്തരവാദപരമായ സമീപനമാണ് അഭിഭാഷകർക്ക് പ്രോത്സാഹനമായി മാറിയിരിക്കുന്നത്. ഒരു നിലയ്ക്കും അവർക്ക് തിരുത്തുക അസാധ്യമല്ലാത്ത വിധം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടെന്ന് കാണുന്നുണ്ടോ താങ്കൾ? അല്ല, മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിൽ അഭിഭാഷകരും ന്യായാധിപന്മാരും അസ്വസ്ഥരാണ്. അവർക്ക്
അസൗകര്യമുളവാക്കുന്ന പല കാര്യങ്ങളും മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ജസ്റ്റിസ് കെ ടി ശങ്കരൻ എന്തുകൊണ്ട് മാധ്യമങ്ങൾക്കെതിരെ സംസാരിക്കുന്നു? ജസ്റ്റിസ് കെ ടി ശങ്കരൻ തുറന്ന കോടതിയിൽ പറഞ്ഞില്ലേ, നിഷാന്ത് എന്ന പ്രതി ചന്ദ്രബോസ് വധക്കേസിൽ 25 ലക്ഷം രൂപ ജാമ്യത്തിന് തനിക്ക് ഓഫർ വന്നുവെന്ന്. പിന്നീട് അന്വേഷണം വന്നപ്പോൾ ആ പേരോടെ പോയി, ഒരു പേരും പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ തുറന്ന കോടതിയിൽ എന്തും പറയുകയും അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അത് പൊതു ചർച്ചയാകുകയും ചെയ്യുമ്പോൾ ന്യായാധിപർക്ക് പല അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകുന്നുണ്ട്, അഭിഭാഷകർക്ക് പല അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. എല്ലാ അസ്വാസ്ഥ്യങ്ങളും ഒത്തുചേരുമ്പോൾ ഏറ്റവും നീതിരഹിതമായ, ഭരണഘടനാ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതായത് താങ്കൾ പറയും പ്രകാരം ഇവിടെ അഭിഭാഷകരുടെ മാത്രമായ സവിശേഷ താല്പര്യം പ്രവർത്തിക്കുന്നുവെന്നതിനപ്പുറത്തേക്ക് അഭിഭാഷക അല്ലെങ്കിൽ ഒപ്പം തന്നെ ജഡ്ജിമാരടക്കമുള്ളവരുടെ സംയോജിതമായ താല്പര്യം പ്രവർത്തിക്കുന്നു എന്ന തലത്തിൽ അതിനെ കാണണമെന്നാണ്. തീർച്ചയായും ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ഇന്നലെ നടന്ന സംഭവങ്ങളിൽ ചീഫ് ജസ്റ്റിസിന്റെ കർശനമായ ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുമായിരുന്നു, അവസ്ഥയ്ക്ക് മാറ്റം വരുമായിരുന്നു. എന്തുകൊണ്ട് ജഡ്ജിമാർക്ക് അത് പറയാൻ കഴിയുന്നില്ല? അവർ ഈ കോർട്ട് റിപ്പോർട്ടിന്റെ പ്രാധാന്യം അറിയാത്തവരല്ലോ ജഡ്ജിമാർ. പത്രവാർത്തകളിലൂടെ, മാധ്യമ വാർത്തകളിലൂടെ ആളാകുകയും പേരും പ്രശസ്തിയും പെരുമയും ഉണ്ടാക്കുകയും ചെയ്ത, അത് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്ത അഭിഭാഷകരും ന്യായാധിപരും ഇപ്പോൾ എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർക്കെതിരെ തിരിച്ചിരിക്കുന്നു? അവർക്ക് അസുഖകരമായ കാര്യങ്ങൾ വരാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ PRO നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മതി. അതൊരു എന്തൊരു നിലപാടാണത്? ആ നിലപാട് കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ അപകടമാണ്. ശ്രീ ജേക്കബ് ജോർജ്, അത് കേൾക്കൂ. അതായത് ന്യായാധിപരും കൂടി ഇതിലുണ്ട് എന്നതാണ്. അഭിഭാഷക സമൂഹത്തിന്റെ ധിക്കാരം പരിഹരിക്കാൻ ന്യായാധിപരെ നിങ്ങൾ ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നതിലുമുണ്ട് ഇപ്പോൾ അയുക്തികത എന്ന് മനസ്സിലാക്കണം. കാരണം അവിടെ നിന്ന് എല്ലാം അത് അവിടെ നടക്കുന്നത് പോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ ന്യായാധിപന്മാർക്കുമുണ്ട് ചെറുതല്ലാത്ത അസ്വസ്ഥത. അതുകൊണ്ട് PRO തരുന്നത് മാത്രം ഇനി പത്രത്തിലും ചാനലിലും കൊടുത്താൽ മതി എന്നതാണ്. അപ്പോൾ നീതിന്യായ വ്യവസ്ഥയിൽ ന്യായാധിപരുടെ അടുത്ത് പോയി ഈ വിഷയത്തിൽ നീതി നടപ്പിലാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിൽ ചില നടക്കാത്ത കാര്യങ്ങൾ ഇപ്പോഴുണ്ട് എന്നതാണ്. അപ്പോൾ അത് അങ്ങേയറ്റം അപകടകരമായി മാറിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ. അതെ, കേരള ഹൈക്കോടതിയിൽ നിന്ന് ഈ വിഷയത്തിന് പരിഹാരമുണ്ടാവില്ല. നമ്മളിപ്പോൾ മെഡിക്കൽ പറയൂ ശ്രീ ജേക്കബ് ജോർജ്. സെബാസ്റ്റ്യൻ പോൾ, ഞാൻ വരാം, ദയവായി താങ്കൾ തുടരുമോ? ശ്രീ ജേക്കബ് ജോർജ്. പറയട്ടെ, ഇപ്പൊ മെഡിക്കൽ സമരം നടക്കുകയാണല്ലോ, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU, കോൺഗ്രസ് നേതൃത്വം. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ, എറണാകുളം ജില്ലയിലാണെന്ന് തോന്നുന്നു, അവിടെ ഒരു പ്രശ്നമുണ്ടായി. ചില വിദ്യാർത്ഥികൾക്ക് പരാതിയാണ്. കാരണം അവരുടെ അപേക്ഷ നിർദ്ദാക്ഷിണ്യം തള്ളിക്കളഞ്ഞു പ്രൈവറ്റ് മാനേജ്മെന്റ്, മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ്. 10-18 കുട്ടികളുടെ ഇതുപോലെ അപേക്ഷ, ഒരു കാര്യമില്ല, അത് ഒപ്പിട്ടിട്ടില്ല, 1-ാം പേജിൽ ഒപ്പിട്ടിട്ടില്ല, അഫിഡവിറ്റിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെറിറ്റ് ലിസ്റ്റിൽ നിന്നാണ് മെറിറ്റുള്ള കുട്ടികളെയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. കാരണം കൈക്കൂലി മേടിക്കാൻ വേണ്ടി നമ്മുടെ സ്വകാര്യ മാനേജ്മെന്റുകൾ. 4 കുട്ടികൾ അതിൽ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ഇവരുടെ കൂടെ പരിഗണിക്കാൻ, ഇവരെ കൂടെ ലിസ്റ്റ് ചേർക്കാൻ ഉത്തരവിട്ടു. പത്രത്തിൽ വന്നില്ല വാർത്ത. പത്രത്തിൽ വരാഞ്ഞതുകൊണ്ട് ബാക്കി കുട്ടികൾക്ക് അറിഞ്ഞില്ല. കേരളത്തിലെ മറ്റു കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, ഇതുപോലെ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികൾക്ക് ഇത് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഇതാ നമ്മുടെ റിപ്പോർട്ടർ ചർച്ചയിൽ ഇത് പറഞ്ഞു കേട്ടപ്പോഴാണ് ഞാൻ തന്നെ ഈ കാര്യം മനസ്സിലാക്കിയത്. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ, ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, സമൂഹം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ കോടതിയിലെ ജഡ്ജിമാരും വക്കീലന്മാരും കൂടെ തീരുമാനിക്കുകയല്ലേ. ഇതുവരെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ശരിയാണോ എന്ന് കൂടി പരിശോധിക്കേണ്ടതല്ലേ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അതിന് ഉത്തരം പറയണം. ഇതുവരെ ഇങ്ങനെ അദ്ദേഹം തന്നെ ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഇതുവരെ ഇപ്പോൾ കടുത്ത ഇരുട്ടിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് കോടതി നടപടികൾ നടത്തുമ്പോൾ ആ നടപടികളുടെ സ്വകാര്യത, അത് സമൂഹത്തെ എത്ര കണ്ട് ദോഷകരമായിട്ട് ബാധിക്കുന്നു ഇത്യാദി കാര്യങ്ങളെ കൂടി ചിന്തിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയമായി പകപോക്കാനുള്ള, രാഷ്ട്രീയമായി വാക്കേറ്റം നടത്താനുള്ള വേദിയല്ല ഇത് കേരള സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും കേരള സമൂഹത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെയും അതിൻ്റെയൊക്കെ നിലനിൽപ്പിന് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളാണ്. MP ജയരാജൻ, ആ നിലയിൽ അങ്ങേയറ്റം ഗൗരവതരമായ വിഷയത്തിൽ സർക്കാരിന് നിറവേറ്റിക്കഴിയാനുള്ള സകല ബാധ്യതകളും നിറവേറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ആത്മവിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാനില്ല. നീതിയുക്തവും സുതാര്യവുമായ നിയമ നടപടിക്രമങ്ങളുടെ വാർത്ത ജനങ്ങളിൽ എത്തിക്കുന്നതിന് ആവശ്യമായ സകല തരത്തിലുള്ള ഇടപെടലും ഇപ്പോൾ ഈ വിഷയത്തിൽ നടത്തി കഴിഞ്ഞു എന്നതാണോ സർക്കാരിൻ്റെ നിലപാട്? തീർച്ചയായും ജുഡീഷ്യറിയിൽ ന്യായമായ രീതിയിൽ തന്നെ പരിഹാരമുണ്ടാക്കാൻ കഴിയണം. ഇത്തരമൊരു സാഹചര്യം മാധ്യമപ്രവർത്തകന്മാർക്ക് ചീഫ് ജസ്റ്റിസിൻ്റെ മുറിയിൽ പോകാൻ കഴിഞ്ഞത് തന്നെ മുഖ്യമന്ത്രി ഇടപെടുകയും തുടർന്ന് അഡ്വക്കേറ്റ് ജനറൽ 2 തവണ അനുരഞ്ജന ചർച്ച വിളിക്കുകയും
അതിനെ തുടർന്നാണ് ഹൈക്കോടതി രജിസ്ട്രാർ ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തത്. അപ്പോൾ ഈ പ്രശ്നം അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയല്ല, അനുരഞ്ജനത്തിലൂടെ പരിഹരിക്കുകയാണ് വേണ്ടത്. ജനങ്ങളുടെ അറിയാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടണം, മാധ്യമ സ്വാതന്ത്ര്യം അംഗീകരിക്കപ്പെടണം. നേരത്തെ നിങ്ങൾ തുടർച്ചയായി 2 കാര്യം പറയുകയുണ്ടായി. ഒന്ന്, കണ്ണൂരിലെ അന്ന് ഇന്ത്യ വിഷനിലെ പ്രവർത്തകനായിരുന്ന മാധ്യമപ്രവർത്തകനായിരുന്ന വിജയൻ ഒട്ടിച്ച പോസ്റ്റർ കേസ് വെറുതെ വിട്ടു, അംഗീകരിക്കുന്നു. പക്ഷേ എൻ്റെ 2 കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യം, ആ പോസ്റ്റർ ഒട്ടിക്കുന്ന കാര്യം, ആ ശ്രീനിവാസനും ബാബുവും കണ്ട കാര്യം, അഭിലാഷ് കാണാത്ത കാര്യം. അപ്പോൾ കണ്ടവർ പൊട്ടന്മാരാണ്. അപ്പോൾ സത്യം സത്യമായി കാണണം. ഗോവിന്ദച്ചാമിയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി എന്ന് വിചാരിച്ച് ബലാത്സംഗം ചെയ്ത് സൗമ്യയെ കൊലപ്പെടുത്തിയ സംഗതി ഇല്ലാതാവുന്നുണ്ടോ? മഷിക്കുപ്പിയുടെ വാർത്ത മനോരമയിൽ വന്നില്ല എന്ന് വിചാരിച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മഷിക്കുപ്പി കൊണ്ടുപോയി യൂത്ത് കോൺഗ്രസ്സുകാരുടെ സംഭവം വാർത്തയല്ലാതാവുന്നുണ്ടോ? ഷംസുദ്ദീൻ അടക്കമുള്ള 25 UDF MLA-മാരുടെ മക്കൾക്ക് MBBS പ്രവേശനം കിട്ടിയത് മെറിറ്റ് മറികടന്നാണ് എന്ന വസ്തുതകൾ മുഴുവൻ വന്നു. ആ സണ്ണി ജോസഫിന് മകൾക്ക് അഡ്മിഷൻ കൊടുത്തത് മെറിറ്റ് മറികടന്നാണ്, 2000-ലേറെ ആളുകളുടെ റാങ്ക് മറികടന്നാണ് എന്ന കോടതി തീർപ്പ് കൽപ്പിക്കുകയും വെറുതെ വിടുകയും ചെയ്ത ഒട്ടനവധി കേസുകളിൽ ഇപ്പോഴും രാഷ്ട്രീയ ആരോപണം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് താങ്കൾ സമ്മതിക്കണം. അങ്ങനെയെങ്കിൽ അതുകൂടി ചർച്ചക്കെടുക്കേണ്ടി വരും. തിരിച്ചും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിരവധിയായ ഒട്ടനവധി ആരോപണങ്ങൾ കോടതി വെറുതെ വിട്ടവയിൽ ഉണ്ടാകുമല്ലോ ഇപ്പോഴും രാഷ്ട്രീയ ആരോപണങ്ങളായി. അങ്ങനെയാണെങ്കിൽ ഈ കരിങ്കൊടി പ്രതിഷേധം എടുക്കൂ. അവിടെ 5 യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെയല്ലേ പോലീസ് അറസ്റ്റ് ചെയ്തത്? അതിന്റെ വിശദാംശങ്ങൾ തേടാതെയാണോ മുഖ്യമന്ത്രി നിയമസഭയിൽ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന നടത്തേണ്ടുന്നത്? ഇത് മാധ്യമപ്രവർത്തകർ വാടകയ്ക്കെടുത്തവരാണ് എന്ന്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആളല്ലേ, അദ്ദേഹം നോക്കണ്ടേ ഈ കേസിൽ എന്നെ കരിങ്കൊടി കാണിച്ച കേസിൽ അറസ്റ്റിലായവർ ആരൊക്കെയാണെന്ന്? അത് KSU യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളാണെന്ന് പോലീസ് കണ്ടെത്തിയതാണല്ലോ. അതറിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇത്തരം ഒരു നിരുത്തരവാദ പ്രസ്താവന നിയമസഭയിൽ നടത്തുവാൻ പാടുണ്ടോ? അപ്പോൾ അഴീക്കോടൻ മന്ദിരത്തിൽ പോസ്റ്റർ ഒട്ടിച്ചത് വിജയം തന്നെയാണെന്ന് സമ്മതിക്കുകയാണോ? ഇത് അഴീക്കോടൻ മന്ദിരത്തിൽ പോസ്റ്റർ ഒട്ടിച്ച്, അതെ, നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയാത്ത കാര്യം നിങ്ങൾ സത്യമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പോൾ വിജയൻ ആ പോസ്റ്റർ ഒട്ടിച്ചതാ, അതിൽ തർക്കമില്ല. ഇനി അടുത്തതെടുക്കുക, കരിങ്കൊടി പ്രകടനം കാട്ടിയത്. സാധാരണഗതിയിൽ ഒരു കരിങ്കൊടി എടുത്ത് ഉയർത്തുമ്പോൾ 2 ആളെ ഉണ്ടാവും. എങ്ങനെയാ ചാനലുകാർ അവിടെ എത്തുന്നത്? അപ്പോൾ കരിങ്കൊടി കാണിക്കുന്നയാൾ മുൻകൂട്ടി നിങ്ങൾക്ക് വിവരം തരണ്ടേ? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കരിങ്കൊടി കാണിക്കുന്നവർ മാധ്യമപ്രവർത്തകന്മാരെ മാത്രം അറിയിച്ച് അവിടെ പ്രത്യക്ഷപ്പെട്ടത് സംശയം ജനിപ്പിക്കുന്നില്ലേ? ഞാനായാലും ആ സംശയം പറയില്ലേ? ആ സംശയമല്ലേ മുഖ്യമന്ത്രി പറഞ്ഞു. ഒട്ടനവധി സമരങ്ങളുടെ പേരിൽ ഉന്നയിക്കപ്പെടാവുന്നതാണ് എന്നത് കൂടി താങ്കൾ ഓർക്കണം. കരിങ്കൊടി പ്രതിഷേധങ്ങളിൽ ഇക്കാലം അത്രയും വലിയ തോതിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നോ എന്നത് നമുക്ക് അറിയുകയും ചെയ്യാവുന്നതാണ്. ഞാൻ വരാം. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇവിടെ നമ്മുടെ നീതിന്യായ പീഠങ്ങളിൽ നടക്കുന്ന കേസുകൾ, അവിടുത്തെ വിചാരണകൾ, അതിൻ്റെ വിധി പ്രസ്താവങ്ങളുടെ വിശദാംശങ്ങൾ എന്നിവ നമ്മുടെ മുൻപിൽ ഏറ്റവും സുതാര്യമായും വിശദമായും സത്യസന്ധമായും എത്തിപ്പെടുന്നില്ല എന്ന കറുത്ത കാലത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ എല്ലായിടത്തു നിന്നും ഉണ്ടാവണം. അതിനെല്ലാവരുടെയും ഐക്യദാർഢ്യവും ഉണ്ടാവണം. അതിൽ രാഷ്ട്രീയം കലർത്തുക വഴി ആ വിഷയത്തോടുള്ള ആത്മാർത്ഥതയുടെ അന്തസത്ത അത് ചോർത്തിക്കളയുകയല്ലേ സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെ ഞങ്ങൾ ഒരു കാര്യത്തിലും അനാവശ്യമായ രാഷ്ട്രീയം കലർത്തിയില്ലല്ലോ. യഥാർത്ഥ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അത് പുലമ്പലാണെന്ന് തോന്നുന്നതും അത് കൊഞ്ഞനം കുത്തലാണെന്ന് വിലയിരുത്തുന്നതുമൊക്കെ അവരവരുടെ സങ്കുചിതമായ ചിന്താഗതിയുടെ പ്രതിഫലനം മാത്രമാണ്. അല്ലാതെ കോടതിയിൽ സുതാര്യത വേണം, നിയമങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം വേണം, പൗരന്മാർക്ക് കോടതിയിൽ നടക്കുന്ന എന്തെന്ന് മനസ്സിലാക്കണം, നിയമത്തിന്റെ ജാഗ്രത എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അത് ഇല്ലാതാകുന്ന എല്ലാ ശക്തികൾക്കെതിരായും അതിശക്തമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ടത് നാമാണ്. ഇന്ന് കേരളത്തിന്റെ ഗവർണർ, നമുക്കറിയാം സാധാരണഗതിയിൽ ഗവർണർ അങ്ങനെ ഡേ ടു ഡേ കാര്യങ്ങൾ ഇടപെടാറില്ല. എന്നിട്ടും ഗവർണർ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നു, പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. എന്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രി മിണ്ടാത്തത്? കേരളത്തിന്റെ ഗവർണർക്ക് അങ്ങേയറ്റം ഗൗരവതരമായ വിഷയമാണെന്ന് തോന്നി പ്രതികരിക്കുമ്പോൾ പോലും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരം കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാനാവുന്നില്ല. ഇവിടെ ജേക്കബ് ജോർജ് സാറൊക്കെ തന്നെ മുഖ്യമന്ത്രി ഒരു തെറ്റും ചെയ്തില്ല, അദ്ദേഹം ഒരിക്കൽ ചർച്ചയിൽ പങ്കെടുത്തു, അതുകൊണ്ട് എല്ലാം തികഞ്ഞു എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് കരിങ്കടി കാണിച്ചതിന്റെ മാധ്യമപ്രവർത്തകർ വിലക്കെടുത്തതെന്ന് മുഖ്യമന്ത്രി പറയുകയും ഇപ്പോൾ ചാനലുകാരെ അറിയിച്ചിട്ട് കരിങ്കൊടിക്കാർ വന്നു എന്ന് പറയുമ്പോൾ ശ്രീ MV ജയരാജന് തിരുവനന്തപുരത്തെ കുറിച്ച് കാര്യമായ അവഗാഹം ഇല്ലാത്തത് കൊണ്ടായിരിക്കും.
നിയമസഭാ സമ്മേളനങ്ങൾ നടക്കുമ്പോഴും സമരങ്ങൾ നടക്കുമ്പോഴും എല്ലാ മാധ്യമങ്ങളെല്ലാം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ പല വഴിക്കായിട്ടുണ്ട്. എല്ലാ ചാനലുകളും അവിടെ തന്നെയുണ്ട്, പത്രമാധ്യമങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്. പിന്നെ വിവരം അറിയാൻ അധികം കാര്യമൊന്നും വേണ്ട, എല്ലാവരും ഇത് അറിഞ്ഞിട്ടൊക്കെ തന്നെ വരുന്നേ. പക്ഷെ അറിയാതെ പോകുന്ന ഒരാളേ ഉള്ളൂ. വിജിലൻസ് സംവിധാനമുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രം ഇതൊന്നും അറിയത്തില്ല, അറിയാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. അതുപോലെ ഞാൻ സൂചിപ്പിക്കട്ടെ, കേരളത്തിലെ മാധ്യമങ്ങൾക്കെതിരായി നടക്കുന്ന ഈ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാട്ടിയതുപോലെ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറേ കാലമായി നമ്മുടെ നീതിപീഠത്തിൽ നടക്കുന്നതെന്ത് എന്ന് നമുക്ക് സുതാര്യമായും വിശദമായും അറിയാൻ കഴിയുന്നില്ല. അത്രമേൽ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് അത്ര ആഴത്തിൽ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പൊതുസമൂഹത്തിനാകെ തന്നെയും. പല കേസുകളിലും വിചാരണ നടക്കുന്നു, കോടതി വിധികൾ ഉണ്ടാവുന്നു, പലതും ജനങ്ങൾ അറിയുന്നില്ല, ചിലത് അറിയുന്നു, പകുതി അറിയുന്നു. ആ നിലയിൽ പല കേസുകളും തീർപ്പ് കൽപ്പിക്കപ്പെട്ട് പോയിട്ടുണ്ടാവണം. അതിലൊക്കെ തന്നെയും പുനഃപരിശോധന വേണം എന്ന് പോലും ചിന്തിക്കേണ്ടുന്ന ഘട്ടത്തിലാണോ നമ്മളുള്ളത്? അത്രമേൽ ഗൗരവതരമാണോ സ്ഥിതി? അല്ല, നമുക്കറിയാമല്ലോ, സമീപകാലത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കോടതി വാർത്തകളും കോടതി പരാമർശങ്ങളും കേരള രാഷ്ട്രീയത്തിൽ എത്ര ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കോടതി ഇപ്പോഴും അത്തരം പരാമർശങ്ങൾ നടത്തുന്നുണ്ടാകണം, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകണം. നമ്മൾ അറിയുന്നില്ല. ഇവിടെ ഒത്തുകളിക്കും ഒത്തുതീർപ്പിനും എല്ലാ സാധ്യതകളുമുള്ള ഒരു ഇടമാണ് കോടതി. ന്യായാധിപനും വക്കീലന്മാരും അത് വാദിയുടെയും പ്രതിയുടെയും ഭാഗത്താകാം. എല്ലാവരും ചേർന്നുള്ള ഒരു കളി. ആ കളിക്കുള്ള ധാരാളം സ്കോപ്പുണ്ട് കോടതിയിൽ. അതുകൊണ്ടാണ് വിവരമുള്ളവർ എത്രയോ കാലമായി പറയുന്നു, കോടതി നടപടികൾ പരസ്യമായിരിക്കണം. അത് രഹസ്യമായി ചെയ്യാനുള്ളതല്ല. അത് പരസ്യമാകുന്നതിന്റെ ലക്ഷണം മാധ്യമങ്ങളുടെ സാന്നിധ്യമാണ്. അത് പൂർണ്ണമായി നിഷേധിക്കുന്നവർ, അവർക്ക് അവിടെ ചില കാര്യങ്ങളൊക്കെ സാധിക്കാനുണ്ടാകണം, അവർക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടാവണം. അതിന് എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞുകൊണ്ട് അതിനെ സാധൂകരിക്കുകയും അക്കാര്യത്തിൽ മൗനം പാലിക്കുകയും ചെയ്താൽ നമ്മളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ ജനങ്ങൾ നമ്മൾ വലുതായ വില കൊടുക്കേണ്ടി വരും. നന്ദി സി സെബാസ്റ്റ്യൻ പോൾ. ഒപ്പം MV ജയരാജൻ, ജേക്കബ് ജോർജ്, ബിന്ദു കൃഷ്ണ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർധന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് UDF സമരം ശക്തമാക്കിയിട്ടും സർക്കാർ വകവയ്ക്കുന്നില്ല. നിയമസഭയിൽ നിരാഹാരം നടത്തിവന്ന അനൂപ് ജേക്കബിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അതേസമയം യുക്തിയില്ലാത്ത സമരത്തിന് മുന്നിൽ സർക്കാർ വഴങ്ങില്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സ്വാശ്രയ വിഷയത്തിൽ നിയമസഭയിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നടത്തിവന്ന അനൂപ് ജേക്കബ് MLAയുടെ ആരോഗ്യനില ഉച്ചയോടെ വഷളായി. തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അനൂപ് ജേക്കബ് നിരാഹാരം തുടരുന്നത് ഉചിതമല്ലെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് തീരുമാനം. MLAമാരായ ഷാഫി പറമ്പിലും ഹൈബീഡനും നിരാഹാര സത്യാഗ്രഹം തുടരും. മുൻ MLAമാർ രാവിലെ നിയമസഭയിലെത്തി നിരാഹാരം അനുഷ്ഠിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാർ പിടിവാശി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് UDFന്റെ നേതൃത്വത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ന് പ്രതിഷേധ ധർണ നടത്തി. സർക്കാർ നിസ്സംഗത വെടിഞ്ഞ് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള, സർക്കാർ പിടിവാശി അവസാനിപ്പിക്കണം, സമരം കിടക്കുന്നവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകണം. ഈ സമരത്തെ ഇല്ലാതാക്കാനും സമരത്തെ തകർക്കാനുമുള്ള ഒരു നീക്കത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല. ശക്തമായി തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ സമരത്തെ വിമർശിച്ച് ആരോഗ്യമന്ത്രി വീണ്ടും രംഗത്തെത്തി. അവനവൻ പറയുന്നിടത്ത് തന്നെ എത്തണമെന്ന് വാശി പിടിച്ചാൽ അത് സാധിക്കും. അതിൽ എന്തെങ്കിലും യുക്തിയുണ്ടെങ്കിൽ നമുക്കതിന് വഴങ്ങാം. യുക്തിയില്ലാത്തൊരു കാര്യത്തിന് എങ്ങനെ വഴങ്ങും? AICC ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി നിരാഹാര സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച UDF ജില്ലാ ചെയർമാൻമാരുടെയും കൺവീനർമാരുടെയും യോഗം ചേർന്ന തുടർ സമരങ്ങളിൽ തീരുമാനം കൈക്കൊള്ളും. നിയമസഭയിൽ കക്ഷി നേതാക്കളുടെ യോഗവും ചേരും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. സ്വാശ്രയ സമരത്തിൽ UDF ഒറ്റക്കെട്ടാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേസുകൾ കുത്തിപ്പൊക്കി ആത്മവീര്യം തകർക്കാൻ കഴിയില്ലെന്ന് ഉമ്മൻചാണ്ടി കോഴിക്കോട് പറഞ്ഞു. ഏത് അന്വേഷണവും നടക്കട്ടെ, ഏത് നിയമപരമായിട്ടുള്ള നടപടികളും ഉണ്ടാകട്ടെ, തെറ്റിയാതെ എന്തിനാ ഭയപ്പെടണം? അതുപോലുള്ള കേസുകൾ കാണിച്ചോ അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചോ ഞങ്ങളുടെ മനോവീര്യം കെടുത്താമെന്ന് വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല. ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഈ കാര്യത്തിൽ കോൺഗ്രസും UDFും ഒറ്റ സ്വരത്തിലാണ് മുമ്പോട്ട് നീങ്ങുന്നത്. സ്വാശ്രയ കോളേജ് ഫീസിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷം കേരളത്തിലെ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും വഞ്ചിച്ചിരിക്കുകയാണ്. സ്വാശ്രയ സമരത്തിൽ UDFനെതിരെ KM മാണി. സഭ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരം ശരിയല്ല. അമിതമായ ഫീസ് വർധന സർക്കാർ പുനഃപരിശോധിക്കണമെന്നും മാണി ആവശ്യപ്പെട്ടു. അമിതമായ ഒരു ഫീസ് വർധന നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് സർക്കാർ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഇങ്ങനെ നിയമസഭ സ്തംഭനം, അത് കേരള കോൺഗ്രസിന് അതിനോട് യോജിപ്പില്ല. നിയമസഭ ഇതിൻ്റെ പേരിൽ ഒന്നും സ്തംഭിപ്പിക്കുക,
അതിൽ കേരള കോൺഗ്രസിന് വ്യത്യസ്തമായൊരു നിലപാടാണ്. അതുകൊണ്ടാണല്ലോ ഇന്നലെ വാക്കൗട്ട് നടത്തിപ്പോയത്. അതുകൊണ്ട് നിയമസഭയെ സംബന്ധിച്ചിടത്തോളം നടക്കണം, പക്ഷെ നമ്മുടെ പ്രതിഷേധം അറിയിക്കണം. ഇനി എന്നും സ്തംഭനം എന്ന് പറയുന്നത്, എന്നും നിയമസഭ സ്തംഭിപ്പിക്കുക എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയല്ല. സ്വാശ്രയ സമരം ശക്തമാക്കുമെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. വിഷയത്തിൽ ഗവർണർക്ക് ഭീമഹർജി നൽകുമെന്ന് ഡീൻ പറഞ്ഞു. സൊമാലിയ കടൽക്കൊള്ളയേക്കാൾ വലിയ കൊള്ളയാണ് സർക്കാർ ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നതെന്നും ഡീൻ കുറ്റപ്പെടുത്തി. അപ്പോൾ ഈ അടിയന്തര പ്രശ്നത്തിൽ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഗവർണറെ സമീപിക്കുന്നതിനും ഞങ്ങൾ തീരുമാനമെടുക്കും. തിങ്കളാഴ്ച കൂടുന്ന UDYFിൻ്റെ യോഗം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഭീമഹർജി സംസ്ഥാനത്ത് ഒരു വലിയ മാസ് ക്യാമ്പയിനിങ്ങിലൂടെ ചെറുപ്പക്കാരെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് ഈ കടൽ കൊള്ളയ്ക്ക്, സൊമാലിയൻ മോഡൽ കടൽ കൊള്ളയാണ് നടന്നിട്ടുള്ളത്. സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ പങ്ക് പറ്റുന്ന ഗവൺമെൻറ്റാണ് അവിടെ ഉള്ളത് എന്നതുപോലെ ഇവിടെ സ്വാശ്രയ കച്ചവടക്കാരുടെ പങ്ക് പറ്റുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ ഈ കടൽ കൊള്ളയ്ക്കെതിരെ അതിശക്തമായ സമരപരിപാടികൾ, മാസ് ക്യാമ്പയിനിങ് അതുമായി മുമ്പോട്ട് പോകും. കശ്മീരിൽ നിയന്ത്രണ രേഖയിൽ പരക്കെ പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം. ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ വെടിവെച്ചു. അതിനിടെ സൈനിക മേധാവി ജനറൽ ദൽബീർ സിംഗ് സുഹാഗ് അതിർത്തിയിലെ സേനാവിന്യാസം നേരിട്ട് പരിശോധിക്കാൻ ഉദ്ധംപൂരിലെത്തി. പാക് അധീന കശ്മീരിലെ സൈനിക നടപടിയിൽ പങ്കെടുത്ത സൈനികരെ സേനാ മേധാവി അഭിനന്ദിച്ചു. അതിർത്തിയിൽ ഉടനീളമുള്ള ഇന്ത്യയുടെ സേനാവിന്യാസം കൂടുതൽ ശക്തമാക്കി. കഴിഞ്ഞ 36 മണിക്കൂറിനിടെ 4 തവണയാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. അഖ്നൂർ സെക്ടറിൽ BSF പോസ്റ്റുകൾക്ക് നേരെ നിരവധി തവണ പാക് സൈന്യം വെടിയുതിർത്തു. നിയന്ത്രണ രേഖയിൽ പലയിടത്തും പാക് പ്രകോപനം തുടരുകയാണ്. ഇന്ത്യൻ സൈനികർക്ക് പരിക്കേറ്റതായി ഇതുവരെ റിപ്പോർട്ടുകളൊന്നുമില്ല. അതിനിടെ കരസേനാ മേധാവി ജനറൽ ദൽബീർ സിംഗ് കശ്മീരിലെത്തി. അതിർത്തിയിലെ സേനാവിന്യാസം നേരിട്ട് വിലയിരുത്താനാണ് ജനറൽ കശ്മീരിലെത്തിയത്. ഉധംപൂരിലെത്തിയ ജനറൽ ദൽബീർ സിംഗ് നോർത്തേൺ കമാൻഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തി. അതിർത്തിയിലെ പാക് പ്രകോപനത്തിന് മറുപടി നൽകാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാൻ അതിർത്തിയിൽ ഉടനീളമുള്ള ഇന്ത്യയുടെ സേനാവിന്യാസം ശക്തമായി തുടരുകയാണ്. ഏതു സാഹചര്യവും നേരിടാൻ സേന സന്നദ്ധമാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഗുജറാത്ത് തീരത്ത് വ്യോമസേന നിരീക്ഷണ പറക്കൽ നടത്തി. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുന്ന നടപടി തുടരുകയാണ്. പല ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ സ്വമേധയാ വീടുപേക്ഷിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് നീങ്ങി. അടുത്ത 15 ദിവസത്തേക്ക് രാജ്യത്തെ വൻ നഗരങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീവ്രവാദ ആക്രമണ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. POKയിലെ സൈനിക നടപടി ഇന്ത്യ പൂർത്തിയാക്കി 48 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അതിർത്തിയിൽ നിന്നും പാകിസ്ഥാന്റെ പ്രകോപനം ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ സംയമനത്തോടെയാണ് ഇന്ത്യ പ്രതികരിക്കുന്നത്. അതിർത്തിയിൽ യുദ്ധസമാന സാഹചര്യത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സൈന്യം എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴും തുടരുകയാണ്. ദില്ലിയിൽ നിന്നും S. വിജയകുമാർ, റിപ്പോർട്ടർ. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ അനിശ്ചിതകാല നിരാഹാരത്തിൽ. കർണാടകയും തമിഴ്നാടും തമ്മിൽ കാവേരി നദീജലം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി വിധിയിൽ പ്രതിഷേധിച്ചാണ് സമരം. 130 വർഷമായി കാവേരി ജലം പങ്കുവയ്ക്കുന്നതിന്റെ ദുരിതം അനുഭവിക്കുന്നവരാണ് കർണാടകയിലെ ജനങ്ങളെന്നും ഇനി അത് തുടരാൻ കഴിയില്ല എന്നും ദേവഗൌഡ പറഞ്ഞു. സൽമാൻ ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി രാജ് താക്കറെ രംഗത്ത്. പാകിസ്ഥാൻ താരങ്ങളെ അനുകൂലിക്കുന്നത് സൽമാൻ ഖാൻ നിർത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകളെ ഇന്ത്യയിൽ നിരോധിക്കുമെന്ന് അദ്ദേഹം ഭീഷണി മുഴക്കി. രൂക്ഷമായ ഭാഷയിലാണ് രാജ് താക്കറെ സൽമാനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. സൽമാൻ ഖാൻ രാജ്യത്തിനൊപ്പമാണ് നിൽക്കേണ്ടത്. പാകിസ്ഥാനെ അനുകൂലിക്കുന്നത് തുടർന്നാൽ താരത്തിന്റെ ചിത്രങ്ങൾക്ക് രാജ്യത്ത് വിലക്കേർപ്പെടുത്തുമെന്നും രാജ് താക്കറെ പറഞ്ഞു. കാവേരി പ്രശ്നത്തിൽ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും അഭിനേതാക്കൾ സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് നിന്നത്. രജനീകാന്ത് അടക്കമുള്ളവർ പ്രശ്നപരിഹാരത്തിനായി റോഡിലിറങ്ങിയ സംഭവം വരെയുണ്ട്. പിന്നെ സൽമാൻ ഖാന് മാത്രം എന്താണ് ഇത് സാധിക്കാത്തതെന്നും രാജ് താക്കറെ ചോദിക്കുന്നു. സൽമാൻ അടക്കമുള്ളവർ രാജ്യത്തിനു വേണ്ടി മാത്രമാണ് നിൽക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ മികച്ച അഭിനേതാക്കൾ ഇല്ലാത്തതുകൊണ്ടാണോ പാകിസ്ഥാനിൽ നിന്നും വരുത്തുന്നതെന്നും സ്വന്തം രാജ്യത്ത് ആദരവ് ലഭിക്കാത്തവരെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്നും താക്കറെ വിമർശിച്ചു. ഉറിയിൽ ഭീകരാക്രമണം നടത്തിയത് തീവ്രവാദികളാണെന്നും പാക് താരങ്ങളല്ലെന്നുമായിരുന്നു ഇന്നലെ സൽമാൻ എടുത്ത നിലപാട്. അവർക്ക് വിലക്കേർപ്പെടുത്തുന്നതിനോട് യോജിക്കുന്നില്ലെന്നും സൽമാൻ ഖാൻ പറഞ്ഞു. സൽമാന്റെ നിലപാടിനെ എതിർത്ത് ശിവസേനയുടെ വനിതാ നേതാവ് മനീഷ കയാണ്ടയും രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാനോട് അനുഭാവമുള്ള സൽമാൻ ഖാൻ അങ്ങോട്ട് കുടിയേറിക്കൊള്ളാനായിരുന്നു അവരുടെ പ്രതികരണം. സൽമാൻ ഖാൻ ഇനിയും പാക് താരങ്ങളെ അനുകൂലിക്കുകയാണെങ്കിൽ താരത്തിനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങൾക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അനാസ്ഥയാണ് കാരണമെന്ന ആരോപണം. പഴകിയ ബോഗികളും പാളങ്ങളും ട്രെയിൻ യാത്രയെ ഭീതിതമാക്കുകയാണ്. ഇനിയെങ്കിലും സംസ്ഥാനത്തോട് റെയിൽവേ അനുഭാവപൂർവമായ പരിഗണന കാണിക്കുമെന്നാണ് കരുതുന്നതാണ് പ്രതീക്ഷ. കേരളത്തിലെ പാളങ്ങളിലൂടെ റിപ്പോർട്ടർ വാർത്താ സംഘം നടത്തിയ അന്വേഷണം.
കൂകിപ്പായുന്ന തീവണ്ടിയിൽ ജീവൻ കയ്യിൽ പിടിച്ചാണ് കേരളത്തിലൂടെയുള്ള ട്രെയിൻ യാത്ര. കഴിഞ്ഞ 2 മാസത്തിനിടെ 3 അപകടങ്ങളുണ്ടായിട്ടും സുരക്ഷാ നടപടികൾ കാര്യക്ഷമമാക്കാൻ റെയിൽവേക്ക് സാധിച്ചിട്ടില്ല. തലനാരിഴയ്ക്കാണ് പലപ്പോഴും വൻ ദുരന്തങ്ങൾ ഒഴിവായത്. കേരളത്തോട് റെയിൽവേ മന്ത്രാലയം അവഗണന തുടരുകയാണെന്നാണ് ആരോപണം. വൻ ദുരന്തങ്ങൾ ഉണ്ടായില്ലെങ്കിലും യാത്രക്കാർ ഭീതിയിലാണ്. ട്രെയിൻ കയറി പോകാൻ പേടിയാണ്. എന്ത് സംഭവിക്കാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഗുരുതരമായ കൃത്യവിലോപമാണ് സുരക്ഷാ വീഴ്ചയുടെ പ്രധാന കാരണമായി പറയുന്നത്. റെയിൽവേ പാളങ്ങളുടെ പഴക്കവും റെയിൽവേ സാങ്കേതിക വിഭാഗത്തിന്റെ അനാസ്ഥയുമാണ് കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അനാസ്ഥയ്ക്ക് പരിഹാരം ലഭിച്ചാൽ മാത്രമേ കേരളത്തിലെ ട്രെയിൻ യാത്ര സുരക്ഷിതമാകൂ. കറുകുച്ചിയും കരുനാഗപ്പള്ളിയും റെയിൽവേ പാടമാക്കിയില്ലെങ്കിൽ കാത്തിരിക്കേണ്ടി വരുന്നത് മറ്റൊരു കടലുണ്ടിയും പെരുമണ്ണുമായിരിക്കും. മലബാറിലേക്ക് എത്തിയാൽ വളപട്ടണം റെയിൽവേ മേൽപ്പാലത്തിന്റെ അപകടാവസ്ഥ തന്നെ വിളിച്ചു പറയും റെയിൽവേയുടെ അനാസ്ഥയെക്കുറിച്ച്. അധികൃതർ കാണിക്കുന്ന അലംഭാവം വൻ ദുരന്തത്തിലേക്ക് വഴിവെക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പാലത്തിനടിയിൽ നിന്നുള്ള അനിയന്ത്രിതമായ മണലെടുപ്പ് പാലത്തെ പൂർണ്ണ തകർച്ചയിലേക്ക് എത്തിക്കും. വലിയ രീതിയിലുള്ള മണൽവാരലാണ് വളവണ്ണം പാലത്തിന്റെ സൈഡിൽ നടക്കുന്നത്, റെയിൽ പാലത്തിന്റെ സൈഡിൽ കൂടെ നടക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ ഒരു തരത്തിലും ഇതിനെ തടയാനോ മണൽ മാഫിയ ഒതുക്കാനോ ഒരു തരത്തിലുള്ള നടപടി എടുക്കുന്നില്ല. തെക്കൻ കേരളത്തിൽ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അനാസ്ഥ കൊണ്ട് തീവണ്ടി യാത്ര പേടി സ്വപ്നമാകുമ്പോൾ വടക്കൻ ജില്ലയിൽ തീവണ്ടി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഏറെ ആശങ്ക ഉയർത്തുന്നത്. ചെറുവത്തൂരിനും മഞ്ചേശ്വരത്തിനുമിടയിൽ 5 തവണയിൽ അധികമാണ് തീവണ്ടി അട്ടിമറിക്കാൻ ശ്രമം നടന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സുരക്ഷാ വിഭാഗം ഗൗരവത്തിലെടുത്തില്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവന്റെ പ്രശ്നമാണ് റെയിൽവേയുടെ സേഫ്റ്റി എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിൽ ആകെ തന്നെ വണ്ടി ഓടുകയാണല്ലോ. അപ്പോൾ അതിന് കണ്ണിൽ എണ്ണയൊഴിച്ച് റെയിൽവേയുടെ സേഫ്റ്റി പരിശോധിക്കേണ്ട വിഭാഗമാണ് റെയിൽവേ. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് അവർക്ക് ബന്ധപ്പെടാനും കഴിയേണ്ടതുണ്ട്. ട്രെയിൻ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നതായാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. കാസർഗോഡ് നിന്ന് KV ബൈജുവിനും കണ്ണൂരിൽ നിന്ന് യദു നാരായണനും കൊല്ലത്ത് നിന്ന് അരുൺ രാജിനുമൊപ്പം സേഫ് സൈൻ ലാബ്ദീൻ. റിപ്പോർട്ടർ, തിരുവനന്തപുരം. എഡിറ്റർ അവസാനിച്ചു. നമസ്കാരം.